everyone, welcome back to our channel Shuttu and Mama. അപ്പം ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ അതായത് എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും ഇവിടെ ഭയങ്കര അഭിപ്രായം പറയുന്ന ഒരു കാര്യം അമ്മയുടെ ഫുഡ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അച്ഛമ്മയുടെ ഫുഡ് അടിപൊളിയാണ്. പറ സൂപ്പറാ. പറ സൂപ്പർ സൂപ്പറാണ് അച്ഛമ്മയുടെ ഫുഡ്. അപ്പോൾ നമുക്കിപ്പം 14 ഡിസ്ട്രിക്റ്റിലും 14 ടൈപ്പിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് തേങ്ങ അരച്ച മീൻകറി അമ്മ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെങ്കിൽ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഫിഷ്. ഇതിൻ്റെ പേര് ബേളൂരി എന്ന് പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. നത്തൽ പോലത്തെ കുറച്ചൊരു വലിയ മീൻ. പിന്നെ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: തക്കാളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി അല്ലേ. പിന്നെ ഇത് നമ്മൾ തേങ്ങ ഗ്രൈൻഡറിൽ പേസ്റ്റ് പോലെ അരച്ച് വെച്ചല്ലേ. അതിൻ്റെ അകത്ത് എന്തെല്ലാം ഇട്ടേ? തേങ്ങയിൽ കുറച്ച് മഞ്ഞൾ മാത്രം ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരച്ച് വെച്ചതാണ് നമുക്ക്. ഓക്കെ, കറിക്ക് വേണ്ട സാധനങ്ങളിട്ട് കുറച്ച് പുളി. ഇന്ന് നമ്മൾ പുളിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഓപ്ഷനിലായിട്ട് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് പുളിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഇതിനെന്താ പറയുക? വാളംപുളി അല്ലേ? വാളംപുളി, കുടംപുളിയല്ല, വാളംപുളി. അത് പിഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യണം. തക്കാളി, ഇതിന് പുളിക്കൊന്നും അങ്ങനെ അളവൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ടേസ്റ്റ് നിങ്ങളെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾ ആവശ്യമാണെങ്കിൽ കുറച്ച് മഞ്ഞൾ. പിന്നെ മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി. അതും നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ലോണം ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് ഇനി നമ്മൾ അരപ്പും ചേർത്ത് മിക്സ് ചെയ്യും അല്ലേ. ഗ്രൈൻഡറിൽ അരച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ല അല്ലേ അമ്മ? നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗ്രൈൻഡറിൽ അരച്ച. നല്ല ടേസ്റ്റ്. ഇത് അരച്ച് നമ്മൾ ഗ്രൈൻഡറിൽ നിന്ന് എടുത്ത് വെച്ച് കുറച്ച് വെള്ളം അത് അരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. അതിൻ്റെ അകത്ത് തേങ്ങേൻ്റെ മറ്റേ ലാസ്റ്റിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ അരിച്ചിട്ട് എടുക്കും. സൈഡിലുള്ളതായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. എന്നാലേ ആ ടേസ്റ്റ് കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്യണം. ചൂട് തേങ്ങ വേണോ? ആണോ, തേങ്ങ മതിയില്ലേ? മതിയോ? കുറച്ചും കൂടി തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ വെള്ളമാണെങ്കിൽ നമുക്ക് വേറെ സാധാരണ പച്ചവെള്ളം ആഡ് ചെയ്യാം അല്ലേ? കുറച്ച് വെള്ളം. ലാസ്റ്റ് നമ്മൾ അതിൽ കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്യും. എന്നിട്ട് നല്ലപോലെ കലക്കി ഇത് നമ്മൾ ആദ്യം അടുപ്പത്ത് വെക്കും അല്ലേ. ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മീൻ നന്നായിട്ട് അടിഞ്ഞു പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി നല്ലോണം വെന്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് മീൻ ആഡ് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കറി ചെറുതായിട്ട് കുളുകുളു തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളക്കണം, എന്നിട്ട് മാത്രമേ ഫിഷ് ആഡ് ചെയ്യുള്ളൂ. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു
1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് മാത്രം ഇട്ടൊന്ന് തിളച്ച് അപ്പം തന്നെ എടുത്ത് വയ്ക്കണം, അല്ലെങ്കിൽ മീൻ ഫുള്ളായിട്ട് അടിഞ്ഞു പോവും. അത്ര ടൈമേ വേണ്ടു ആ മീൻ വേവാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആഡ് ചെയ്യാം. നമ്മൾ കറി നല്ലപോലെ തിളച്ചു, ഇനി നമ്മൾ മീൻ ഇടാൻ പോവാണ്. ഉപ്പ് നോക്കിയിട്ടിടാം അല്ലേ. മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെ ചെറുതായിട്ട് ചുറ്റിച്ചിട്ട് അവിടെ വയ്ക്കുക, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോകും. ഇനി നമ്മളതിലേക്ക് കറിവേപ്പില. നല്ലപോലെ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഇതെടുത്ത് വയ്ക്കും. എന്നാൽ നമ്മൾ വറുത്തിടുക. ഇതിന് ശേഷം കുറച്ച് എണ്ണയിൽ നമ്മൾ ഉലുവ വറുത്ത, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായി. അപ്പുറത്ത് നമ്മൾ എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉലുവ, ഇത് ഓഫ് ചെയ്യാം, ഓഫാകട്ടെ. നമ്മളതിലേക്ക് ഉലുവ, കുറച്ച് ഉലുവ ആഡ് ചെയ്യും. പിന്നെ അതൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മളെടുത്ത് കറിയിലേക്ക് ഇടും. കരിഞ്ഞു പോറ്, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ്. യെസ്, നമ്മളെ കറി റെഡി. ഇത്രയും കറീസ് റെഡി. അപ്പോൾ ഇതാ ഞങ്ങളുടെ കറി ഇവിടെ റെഡിയാണ്. ഇങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ബൈ.